أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മന സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഖസാവി ആയിരുന്നു പ്രസംഗിച്ചിരുന്നത്, ഖുതുബോദിയിരുന്നത്. അദ്ദേഹം സംസാരിച്ച വിഷയം അൽ ഉബൂദിയ്യ എന്നതാണ്. അതെ, നമ്മുടെ സൃഷ്ടിപ്പിനുള്ളതായ, മനുഷ്യനെ സൃഷ്ടിക്കാനുള്ളതായ പ്രധാന അൽ ഗായത്തുൽ ഉദുമ, ഏറ്റവും ഉയർന്ന, ഏറ്റവും വലുതായ അള്ളാഹുവിൻ്റെ അൽ ഗായ. എന്താണതിൻ്റെ ഗായ? നമ്മളെ സൃഷ്ടിക്കാനുള്ളതായ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഉബൂദിയ്യത്താണ്. ഉബൂദിയ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. മനുഷ്യ സഹജമായി ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒന്നിരിക്കൽ അവന്റെ നഫ്സിന് കീഴ്പ്പെടും, അല്ലെങ്കിൽ അവന്റെ ഹവയ്ക്ക് കീഴ്പ്പെടും. ഇതെല്ലാം പിശാചിന് കീഴ്പ്പെടുന്നതിന് തുല്യമാണ്. എന്നാൽ അതേ സമയത്ത് ആ കീഴ്പ്പെടുക എന്നത് അള്ളാഹുവിനാക്കി മാറ്റുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ളതായ പ്രധാന ലക്ഷ്യം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഉബൂദിയ്യത്ത് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഉബൂദിയ്യത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ്. അത് അള്ളാഹുവിനോടുള്ളതായ മഹബത്ത് പരിപൂർണമായി നമ്മളിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്താകുന്ന മഹബത്ത് ഉണ്ടാക്കിയെടുക്കുക, അവനോടുള്ളതായ ഹൈബത്ത് നമ്മളിൽ ഉണ്ടാവുക. അത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും അള്ളാഹുവിനോടുള്ളതായ ആ മഹബത്ത് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് അള്ളാഹുവിനോടുള്ളതായ ഇബാദത്തിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകുന്നതും ഭക്തി ഉണ്ടാകുന്നതും, അല്ലാത്ത ഇബാദത്തല്ലാത്ത സന്ദർഭത്തിൽ തന്നെ നാം അള്ളാഹുവിനോടുള്ളതായ സ്നേഹം കാരണത്താൽ നമ്മിൽ നിന്നിട്ട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടാവുകയില്ല. നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ സ്മരിച്ചുകൊണ്ടേ ഇരിക്കാൻ പ്രേരിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് മാത്രമേ നാം ഇഷ്ടപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്തത് നാം വെറുക്കുകയും ചെയ്യും. ഇതിനെല്ലാം ബാക്കിൽ പ്രവർത്തിക്കേണ്ടത് എന്താണ്? ഉബൂദിയ്യത്ത് പരിപൂർണമായി അള്ളാഹുവിനാക്കി മാറ്റുക എന്നതാണ്. അള്ളാഹുവിന് ആ ഖുദൂഅ്, താഴ്മ, അള്ളാഹുവിനുള്ളതായ കീഴ്വണക്കം, അള്ളാഹുവിനുള്ളതായ സമർപ്പണബോധം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉബൂദിയത്ത് സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നതാണ് മക്ക ഇമാമ് ഇന്ന് സംസാരിച്ചതിന്റെ രത്നച്ചുരുക്കം. അദ്ദേഹം തുടരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളോട് കൽപ്പിച്ചത് സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും മകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുസ്ലിം സഹോദരനോ ഒരു മുസ്ലിം സഹോദരിക്കോ ഒരു മുസ്ലിം ആണുങ്ങൾക്കോ ഒരു മുസ്ലിം പെണ്ണിനോ യോജിച്ചതേ അല്ല. അള്ളാഹുവും റസൂലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ, ആ വിധി കേട്ടിക്കഴിഞ്ഞാൽ, ആ വിധി അറിഞ്ഞു കഴിഞ്ഞാൽ, ആ വിധി പഠിച്ചു കഴിഞ്ഞാൽ അവന് സ്വയം ഒരഭിപ്രായം അതിലുണ്ടാവുക എന്നത് യോജിച്ചതേ അല്ല. യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അവർക്ക് അതിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അതാണ് പരിപൂർണ സമർപ്പണം, പരിപൂർണ കീഴ്വണക്കം, പരിപൂർണ. ഞാൻ പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിനെ കുറിച്ച് അത് അന്ധമായി അനുകരിക്കണം എന്നതാണ്. അന്ധമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, നാം അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അനുസരിക്കും പോലെ അള്ളാഹു റസൂല് കൽപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്, ചുമതലയാണ്. നമ്മുടെ അള്ളാഹുവിനുള്ള ഉബൂദിയത്ത് സ്ഥാപിക്കാൻ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് മൻ യഅസില്ലാഹ വറസൂലഹു. അതേ ആയത്തിന്റെ പരിപൂർണതയിൽ അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും ഒരാൾ വഴിപ്പെടാതെ അവരോട് മാറുകാട്ടുകയാണെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീന, പ്രത്യക്ഷപ്പെട്ട പ്രകടമായ വഴികേടിലാണ് അവനായി തീരുക എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുകയുണ്ടായി. അതെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? പരിപൂർണ കീഴ്വണക്കം സൃഷ്ടികൾ നിന്നിട്ട് ഉടലെടുക്കണം എന്നതാണ്. ഏത് സമയത്തും അവന്റെ ശ്രദ്ധയിൽ ഉണ്ടാവണം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധം. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതമാസകലം അവന് ഇബാദത്താക്കി മാറ്റാൻ, ഇസ്ലാമീകരിക്കാൻ, അവന്റെ ജീവിതമാസകലം ഇസ്ലാമീകരിക്കാൻ അവന് അതിലൂടെ സാധിക്കും എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിനോട് താൻ ആരാണെന്ന് ചോദിച്ചു. ഞാൻ അബ്ദുള്ളയാണെന്ന് പറഞ്ഞു.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്നാൽ നിന്റെ തുണി ഒന്ന് കുറച്ച് അല്പം ഉയർത്തുക. കാരണം ഇസ്ലാമിന്റെ വിധി ആദ്യ കാലഘട്ടത്തിലാകുമ്പോൾ നെരിയാണിക്ക് താഴെ വലിക്കാൻ പാടില്ല എന്ന നിയമങ്ങൾ വ്യാപകമാകാത്ത സമയമായിരിക്കാം. അതുകൊണ്ട് അബ്ദുള്ളയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ, അവർക്ക് നൽകിയതായ ആ പ്രത്യേക ശിക്ഷണത്തിന്റെ ഒരു ശൈലിയാണത്. നിങ്ങൾ അബ്ദുള്ളയാണെങ്കിൽ, അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പോൾ ഈ അടിമത്വം നിങ്ങൾ നിന്നിട്ട്, അള്ളാഹുവിനെ സ്ഥാപിക്കേണ്ടതായ അടിമത്വം നിങ്ങൾ നിന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിക്കുക എന്നതാണ്. അതുകൊണ്ട് ആ തുണി പൊക്കുക എന്ന് കൽപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മക്ക ഇമാമ് വിശദീകരിക്കുകയാണ്, നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച പ്രവർത്തനത്തിലൂടെ കണ്ടതാണ്. രാത്രിയുള്ള നമസ്കാരത്തിൽ റസൂൽ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പറയാറുള്ള വാക്കാണ് ഇന്ന സലാത്തി വനുസുഖി വമഹയായ. അള്ളാഹ് കൽപ്പിച്ചതാണ് ഖുർആനിൽ ആ വാക്ക്, ഖുൽ ഇന്ന സലാത്തി എന്ന്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പന അനുസരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ രാത്രി നമസ്കാരത്തിൽ സമ്മതിക്കുന്നതായ ഭാഗമാണ് ഇന്ന സലാത്തി, എന്റെ നമസ്കാരങ്ങളും വനുസുഖി, എന്റെ നേർച്ച വഴിപാടുകളും, വമഹയായ, എന്റെ അറവുകളും നേർച്ച വഴിപാടുകളും എല്ലാം നുസുക്കിൽ പെടും. അതുപോലെ തന്നെ മഹയായ, എന്റെ ജീവിതമാസകലം. അതാണ് ഉബൂദിയത്ത്. നമ്മുടെ ശരീരത്തിൽ എല്ലായിടങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടക്കണം. അത് വ്യക്തി ജീവിതമാവട്ടെ, സാമൂഹിക ജീവിതമാവട്ടെ, സാമ്പത്തിക ജീവിതമാവട്ടെ, രാഷ്ട്രീയ ജീവിതമാവട്ടെ, നമ്മുടെ സ്വകാര്യ ജീവിതമാവട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും, എല്ലാ മേഖലകളിലും ഉബൂദിയത്ത് കടന്നുകൂടണം. അത് മഹബ്ബത്തോടുകൂടി കടന്നുകൂടണം എന്ന് പ്രത്യേകം മക്ക ഇമാം ഉണർത്തിയിട്ടുണ്ട്. മഹബ്ബത്തോടു കൂടി എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടി. അറഫയിൽ അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സമാപനത്തിൽ നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, തയ്യിബത്തൻ ബിഹ അൻഫുസുക്കും, നിങ്ങൾ പ്രീതിയോടുകൂടി ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ഇബാദത്ത്, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, അല്ലെങ്കിൽ മറ്റേത് സൽക്കർമ്മങ്ങളാവട്ടെ, അതെല്ലാം പ്രീതിയോടുകൂടി സംതൃപ്തിയോടുകൂടി ആയിരിക്കേണ്ടതാണ് അത് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൽപ്പിച്ചതായിട്ട് കാണാം അറഫയിലുള്ള പ്രസംഗത്തിൽ. ഇവിടെ മക്ക ഇമാമ് തുടരുന്നു, ഇന്ന സലാത്തി വനുസുഖി വമഹയായ, എന്റെ ജീവിതമാസകലം, മമാത്തി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് മാത്രമാണ്. റബ്ബുൽ ആലമീനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനാണ്. ലാ ശരീക ല, അതിലാരെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹലാലാവട്ടെ ഹറാമാവട്ടെ അള്ളാന്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹലാല് മാത്രമേ അംഗീകരിക്കാവൂ. ഹറാമ് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് കഴിഞ്ഞാൽ ഹറാമിനെ വിട്ടുപഴിച്ച് നിൽക്കുക നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ ഏത് ജീവിതത്തിന്റെ മേഖലയിൽ ഉഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമാസന്നമാകുന്നത് വരേക്കും. യഖീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ള തരീഖത്തിന്റെ വിഭാഗം പറഞ്ഞതുപോലെ ഉറപ്പാവലല്ല, മറിച്ച് മരണമാസന്നമാവലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റായത്തിൽ കൂടി നമുക്ക് കുന്നാ നഖൂദു മഅൽ ഖായിദീൻ എന്ന് പറയുമെന്ന ആയത്തിൽ ഹത്താ അതാനൽ യഖീൻ എന്ന് അവിടെ പറഞ്ഞതായിട്ട് കാണാം, മരണമാസന്നമാകുന്നത് വരേക്കും. അപ്പോൾ മരണമാസന്നമാവുക എന്നതാണ് ഇവിടെ യഖീൻ എന്നതുകൊണ്ട് വിവക്ഷ. ഇത് മക്ക ഇമാമിന്റെ വിശദീകരണമാണ്. മക്ക ഇമാം പറയുകയാണ്, യഖീൻ വരുന്ന സന്ദർഭം വരേക്കും, അഥവാ മരണമാസന്നമാകുന്ന സന്ദർഭം വരേക്കും നാം ഈ പറയുന്ന ഉബൂദിയത്ത് സ്ഥാപിച്ചുകൊണ്ട് തന്നെയായിരിക്കണം സത്യവിശ്വാസി അവൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാൻ തീരുമാനിച്ച ആളാണെങ്കിൽ ജീവിക്കേണ്ടത്. അവിടെയൊന്നും അവന്റെ ഇഷ്ട അനുസരണം ഒന്നും തന്നെ കടന്നുകൂടാൻ പാടുള്ളതല്ല. ദേഹയിച്ച് എന്താവശ്യപ്പെടുന്നു, നഫ്സ് എന്താവശ്യപ്പെടുന്നു, ഷഹ്വത്ത് എന്താവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ പരിസരത്തിൽ മക്കളോ ഭാര്യയോ കുടുംബമോ എന്താവശ്യപ്പെടുന്നു, അതല്ല അവിടെ നോട്ടം. അവിടെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് ആ വിഷയത്തിൽ ഉള്ളത് എന്നതാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഉബൂദിയത്ത് പരിപൂർണമായി അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ നാഥനെ ആരാധിക്കുക അഥവാ ഉബൂദിയത്ത് സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുക, നിനക്ക് മരണമാസന്നമാകുന്നത് വരെ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഫിറ്റാക്കിയ ആളായി നടപ്പാക്കിയ ആളായി മാറുന്നതാണ്. ആ യഖീൻ കൊണ്ട് വിവക്ഷ ഹത്താ അതാനൽ യഖീൻ, ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്തിൽ ഹത്താ അതാനൽ യഖീൻ എന്നവിടെ മറുപടി പറയുമല്ലോ നരകപ്പുള്ളികൾ, ഞങ്ങൾക്ക് യഖീന് വരുന്നത് വരേക്കും ഞങ്ങൾ നമസ്കരിച്ച്
അനുസരിച്ചിരുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല, മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നൊക്കെ പറയുന്നതായ സംഭവത്തിൽ അവിടെ യഖീന് കൊണ്ട് വിവക്ഷ മരണമാണ്. അതേ മരണം തന്നെയാണ് ഇവിടെയും യഖീന് കൊണ്ട് വിവക്ഷ എന്ന് മക്ക ഇമാം വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് അൽ ഉബൂദിയ്യൽ കാമില, പരിപൂർണമായ ആ കീഴ്വണക്കം ഉബൂദിയ്യത്ത് മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായ ദാസനായി മാറുന്നവൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകുന്ന സിഫത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിഫത്താണ് ഉബൂദിയ്യത്ത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ സ്റ്റാൻഡേർഡുകളിൽ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയതായ ആ മുഇസ്സത്തുകളിൽ ഏറ്റവും ഉയർന്ന മുഇസ്സത്ത്, ഏറ്റവും പേരെടുത്ത മുഇസ്സത്ത്, ഏറ്റവും വലിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധം നാം കണ്ട, നാം കേട്ട, നാം പഠിക്കുന്ന മുഇസ്സത്ത് അത് ഇസ്രാഉം മിഅ്റാജുമായിരുന്നു. ആ ഇസ്രാഇന് പോയ സംഭവത്തെ കുറിച്ച് അള്ളാഹ് പറയുമ്പോൾ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്നാണ് പറഞ്ഞത്. അത് മക്ക ഇമാം പ്രത്യേകം ഉണർത്തുകയാണ്. അബ്ദിഹി എന്ന് അഥവാ ഉബൂദിയത്ത് എന്ന സിഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൂട്ടിച്ചേർത്തത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ആ സിഫത്ത് ആയതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും വലിയ ബഹുമാനത്തിലേക്ക് ഇസ്രാ നടത്തി, ബൈത്തുൽ മഖ്ദിസിലേക്ക്, പിന്നെ അവിടെ മുതൽ മെഹറാജ് നടത്തി, അള്ളാഹുമായുള്ളതായ സംസാരത്തിന് വേണ്ടിയുള്ളതായ കളമൊരുക്കി, അങ്ങനെയുള്ളതായ ബഹുമതിയും ബഹുമാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞതായ സിഫത്താണ് സുബ്ഹാനല്ലദീ, ഒരു റബ്ബ് പരിശുദ്ധനത്രേ, എങ്ങനെയുള്ള റബ്ബാണ്, അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയാകുന്ന അഥവാ മുഹമ്മദ് നബിയെ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം നടത്തിയതായ റബ്ബ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണത്. അതുകൊണ്ട് വല്ലവരും അള്ളാഹുവിന് അടിമത്തം സ്ഥാപിക്കണമെന്ന് ഇഷ്ടപ്പെട്ട് മഹബത്തോടു കൂടി ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ ദാസനായി മാറുന്നവൻ. അഥവാ അങ്ങനെയല്ലെങ്കിൽ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്വണങ്ങുന്നത് അംഗീകരിക്കാതെ ഇഷ്ടപ്പെടാതെ അത് വേണ്ട എന്ന് വെക്കുന്ന വിഭാഗം അവനാണ് ദേഹേച്ഛയെ അനുസരിക്കുന്ന നിരീശ്വരവാദി, നിർമ്മതവാദി, മതം പൊട്ടി ജീവിക്കുന്നവൻ, ബുദ്ധിപൂജകൻ. അവരുടെയൊക്കെ രോഗത്തിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവിന് പരിപൂർണ അടിമത്വം അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറാവാത്തവരാണ്. അങ്ങനെ തയ്യാറാവാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനെ കുറിച്ച് അള്ളാഹു പറയുന്ന ശൈലിയാണ് അഹങ്കാരിയായി ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്റെ അടുക്കൽ വാ, അവിടുന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറയും പോലെ അവരെല്ലാം ഞാൻ എന്റെ സദസ്സിലേക്ക് പരലോകത്തിൽ ഒരുമിച്ച് കൂടപ്പെടുന്നതാണ്. അതുകൊണ്ട് മുസ്തക്ബിരീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുകയും അവരെ തരം താഴ്ത്തി സംസാരിക്കുകയും അവർക്ക് ഇൻദാറും വാണിംഗ് നൽകുകയും ചെയ്തതായ ആയത്താണ് നാം കേട്ടത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ എന്ന് വേറൊരു ശൈലിയും ഖുർആനിൽ കാണാം. അതെന്താണ്? എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിനെ തൊട്ട് അഹങ്കാരം നടിക്കുന്ന വിഭാഗം, അഥവാ ഉബൂദിയത്ത് അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറാവാത്ത വിഭാഗം, സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, അവര് നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. നിന്യരായി നരകത്തിലേക്ക് അവർ കടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ ഉബൂദിയത്ത് അംഗീകരിക്കാത്തവർക്ക് നരകം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റിസർവേഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ്, അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതായ ഭാഗമാണ് ഉബൂദിയത്ത് അല്ലാഹുവിനെ അംഗീകരിക്കാത്തതായ വിഭാഗം. അപ്പോൾ ഉബൂദിയത്ത് അംഗീകരിക്കാത്ത വിഭാഗത്തിനെ കുറിച്ച് അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹദ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തി മുസ്തഖീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മുഖത്ത് വീണുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കാത്ത ഇഷ്ടാനുസരണം ദേഹേച്ഛയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നവനാണോ സന്മാർഗത്തിലേക്ക് എത്തിയവൻ? അല്ല, അല്ലാഹു പറഞ്ഞതായ ലൈനാകുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കുന്ന ആളാണോ ഏറ്റവും ഉത്തമമായ രീതി കൈകൊണ്ടവൻ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റാദ്യത്തെ ഇനം അത് ദേഹേച്ഛയെ അനുസരിക്കുന്ന വിഭാഗമാണ്. ദേഹേച്ഛയെ അനുസരിക്കുന്ന വിഭാഗം അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഹേച്ഛയെ അംഗീകരിച്ച് ജീവിക്കുന്ന വിഭാഗം ആ ദേഹേച്ഛയെ ഇലാഹാക്കി മാറ്റിയവൻ എന്നാണ് അല്ലാഹു ഖുർആൻ പറഞ്ഞ ശൈലി. വഅല്ലഹു അല്ലാഹു അലാ ഇൽം, അങ്ങനെ അവൻ അത് കാരണത്താൽ തന്നെ അവന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമേതാണ് അസത്യമേതാണ്, അല്ലാഹുവിനുള്ള ഉബൂദിയത്ത് സ്ഥാപിച്ച ആളായി മാറണമെങ്കിൽ അല്ലാഹുവിന് മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്, അല്ലാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവിന് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്, അല്ലാഹുവിന് മാത്രമായിരിക്കണം കീഴ്വണങ്ങേണ്ടത് എന്നതൊക്കെ
അവരൊക്കെ ഹുജ്ജത്ത് സ്ഥാപിച്ച് തെളിയിച്ചു കൊടുത്തതിന് ശേഷം അറിഞ്ഞിട്ടും ശിർക്ക് ചെയ്യുക, അറിഞ്ഞിട്ടും അത്തരം വഴികൾ വേണ്ട എന്ന് വെക്കുക, അഥവാ സന്മാർഗം വേണ്ട എന്ന് വെക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹദ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തി മുസ്തഖീം എന്ന ആയത്തിൽ പറഞ്ഞതുപോലെ കരുതിക്കൂട്ടി അറിഞ്ഞിട്ട് സത്യമേതാണെന്ന് അറിഞ്ഞിട്ട് കിതാബ് ഓതി ദർസിൽ പഠിച്ചു, പണ്ഡിതനായി, തലപ്പാവും ധരിച്ചു, ഇതെല്ലാം ആയതിന്റെ ശേഷം ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മറഞ്ഞവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവനൊക്കെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന വിഭാഗത്തിൽ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വഖതമല്ലാഹു അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ, അങ്ങനെയുള്ള വിഭാഗത്തിന്റെ കാതിലേക്കും ഹൃദയത്തിലേക്കും സീൽ വെച്ച വിഭാഗമാണ്. അതുപോലെ തന്നെ അവരുടെ കണ്ണിന് മൂടി വന്നിരിക്കുകയാണ്, സത്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതായ മൂടി. ആ മൂടി എന്തുകൊണ്ടുണ്ടായി, അങ്ങനെയുള്ളതായ തടസ്സം എന്തുകൊണ്ടുണ്ടായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഹിദായത്തിലാക്കണ്ട എന്ന് വെച്ചു. എന്തുകൊണ്ട്? അവർ സ്വയം പഠിച്ചതിന് ശേഷം, ഇൽമുണ്ടായതിനു ശേഷം, സത്യം അറിഞ്ഞതിന് ശേഷം, ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ട ശേഷം സത്യം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ യഹ്ദിഹി മിൻ ബഅദില്ലാ, അല്ലാഹു അല്ലാതെ ആരാണ് ഇവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക? അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ അല്ലാഹു സമർപ്പിക്കുന്ന ഇബാദത്ത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ഖാലിഖായ, നിങ്ങളുടെ റാസിഖായ, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിന് മാത്രമല്ല സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ എന്ന് അല്ലാഹു പറയും പോലെ. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തിന്റെ മെയ്യാറ് മക്ക ഇമാം പറയുകയാണ്, അതിന്റെ മാനദണ്ഡം അതെന്തിലൂടെയാണ്? ദേഹ ഇച്ഛയ്ക്കായി മാറുമ്പോൾ ദേഹ ഇച്ഛയെ അനുസരിച്ച ആളായി മാറുന്നു, അതിനെ ഇലാഹാക്കിയ ആളായി മാറുന്നു. അതേസമയത്ത് അത് അള്ളാഹുവിനായി മാറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട ദാസനായി മഹബത്തോടുകൂടി സംതൃപ്തിയോടുകൂടി പ്രീതി അടഞ്ഞുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി മാറുന്നു. അല്ലാത്ത പക്ഷം അള്ളാഹു റസൂൽ പറഞ്ഞതുപോലെ തഇസ അബ്ദുദ്ദീനാർ, തഇസ അബ്ദുദ്ദിർഹം, തഇസ വന്തകസ് എന്ന ഹദീസിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറിനെ അനുസരിച്ച്, ദീനാറിനെ വഴിപ്പെട്ട, ദീനാറിന് കീഴ്വണങ്ങിയ അബ്ദ്, ഡോളറിന്റെ അടിമ, അവൻ നാശമടഞ്ഞു. അതുപോലെ തന്നെ ദിർഹമിന്റെ അടിമ നാശമടിഞ്ഞു. എങ്ങനെയാണ് ദിർഹമിന്റെ അടിമയായി മാറുക? ദിർഹമിന് വേണ്ടി ജീവിക്കുന്ന, നമസ്കാര ടൈം വരുന്നു, അവൻ സമ്പാദ്യം വരുന്നു, ആ സമ്പാദ്യത്തിന് അവൻ പരിഗണന നൽകുന്നു, നമസ്കാരത്തെ അവൻ അവഗണിക്കുന്നു. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കാം അവൻ ആരായി മാറി? ദീനാറിന്റെ അടിമയായി മാറി, ദിർഹമിന്റെ അടിമയായി മാറി. അങ്ങനെയുള്ളവൻ നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ ഇതാ ശപിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഇനത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയും ഇബാദത്ത് റബ്ബുൽ ഇബാദായ അടിമകളുടെ റബ്ബായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന് മാത്രമായി മാറാനും വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതും. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കൾ ഇവിടെ നിന്ന് ഈ സൗദി അറേബ്യ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ മക്ക മദീന ഉൾക്കൊള്ളുന്ന നാടുകളിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതിനിധികളായിട്ട് സഹാബാക്കൾ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒക്കെ ഇവിടെ ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് നമ്മുടെ നേതാക്കൾ പുറത്തു പോയി കഴിഞ്ഞാൽ, പ്രബോധനത്തിന് വേണ്ടി ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ റുസ്തും ഭരണകാരിയുടെ പേർഷ്യൻ ഭരണകാരിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ വന്നിട്ടുള്ളത് ലിനുഖ്രിജൻ നാസ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, ജനങ്ങളെ ഞങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി എന്തിൽ നിന്നിട്ട്? അല്ലാഹ് സൃഷ്ടിച്ച അടിമകൾ ആരാധിക്കുന്നതിൽ നിന്നിട്ട് സൃഷ്ടാവായ റബ്ബിന് ആരാധനയാക്കി മാറ്റുന്ന ആളായി, ആരാധനയാക്കി മാറ്റാൻ വേണ്ടിയാണ് ജനങ്ങളെ സൃഷ്ടികൾക്ക്, അടിമകൾക്ക് ആരാധിക്കുന്ന ആരാധനയിൽ നിന്നിട്ട് ആ നിന്യതയോടുകൂടി, ആ നിഷ്ഠതയോടുകൂടി നിന്യന്മാരായി ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നിട്ട് അവരെ അന്തസ്സുള്ള, അഭിമാനമുള്ള സൃഷ്ടാവായ റബ്ബിനെ ആരാധിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞതായ സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രം സ്ഥിരീകരിച്ചു പോയതായ യാഥാർത്ഥ്യങ്ങളാണ്. എപ്പോൾ ഉബൂദിയത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നേരെ വിപരീതം ഞാൻ നേരത്തെ പറഞ്ഞതായ മക്ക ഇമാം സൂചിപ്പിച്ചതായ ദേഹേച്ഛ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വഴിപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിശാചിനെയാണ്. വഴിപ്പെടുന്നത് ദേഹേച്ഛയാകുമ്പോൾ അവൻ ആരായി മാറി? ദേഹേച്ഛ ആരാധ്യനായി മാറ്റിയവനായി മാറി. അപ്പോഴാണ് അലം അഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന ആയത്ത് നമ്മുടെ മുമ്പിൽ സ്മരിക്കേണ്ടി വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പരലോകത്തിലേക്ക്
എത്തുന്ന സന്ദർഭത്തിൽ ഈ അള്ളാഹ്ക്കുള്ളതായ ആ ഉബൂദിയത്ത് സമർപ്പിക്കുന്നതിന് പകരം മറ്റുള്ള പലർക്കും പല രൂപത്തിലുമായി ചിന്ന ഭിന്നമായി മാറ്റിയതായ വിഭാഗം അവിടെ അള്ളാഹുവിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളോട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ലേ, നിങ്ങൾ എന്നോട് അഗ്രിമെന്റ് നൽകിയിട്ടില്ലേ, എന്ത് നിങ്ങൾ ആദമിന്റെ സന്തതികളെ പിശാചുകളെ നിങ്ങൾ അനുസരിക്കുകയില്ല, പിശാചുകളെ നിങ്ങൾ ആരാധിക്കുകയില്ല, അവർക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന ഒഴിവാക്കി പിശാചിന്റെ കൽപ്പനയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പാടില്ല എന്ന് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, നീങ്ങുകയില്ല എന്ന് നിങ്ങൾ എന്നോട് അഗ്രിമെന്റ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ അള്ളാഹ് ചോദിക്കുന്ന കാലം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തവർ പറയുന്നതായിട്ട് കാണാം, തവക്കുല്, ഇസ്തിആന, റജാ, മഹബ്ബ, അതുപോലെ തന്നെ ഖൗഫ് പോലത്തെ ആരാധനയുടെ ഭാഗങ്ങൾ അതെല്ലാം അള്ളാഹുവിന് പരിപൂർണമാക്കി മാറ്റുമ്പോൾ മാത്രമാണ്, അഥവാ തവക്കുൽ അള്ളാഹുലേക്ക് മാത്രം ബരമേൽപ്പിക്കുക, പ്രശ്നങ്ങളാസകലം അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കുക. അതുപോലെ തന്നെ ഇസ്തിആന, സഹായാർത്ഥന, നാം ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ പറയും പോലെ സഹായാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായി മാറുക, ആഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നിട്ട് മാത്രം ആഗ്രഹിക്കുക, ആരാധനയാകുന്ന ആഗ്രഹം, മഹബത്തും ആരാധനയാകുന്ന മഹബത്ത് അത് അള്ളാഹുവിന് മാത്രമായി മാറുക. അതുപോലെ തന്നെ ഖൗഫ്, പേടിക്കുക എന്നത് അള്ളാഹുവിന് മാത്രമായി മാറുക. ഏത് പേടി? ആരാധനയാകുന്ന പേടി. ഇതെല്ലാം അള്ളാഹുവിന് മാത്രമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉബൂദിയ്യത്ത് സ്ഥാപിച്ച ആളായി മാറുക. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹിം ഇതുപോലെ തന്നെ മഹബ്ബത്തുൽ അബ്ദ് കൂടിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഉബൂദിയ്യത്ത് അവനിലിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ മഹബ്ബത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ഉള്ളതായ ആ ആരാധനയാകുന്ന മഹബ്ബത്ത് വേണ്ടതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉബൂദിയ്യത്ത് അള്ളാഹുവിന് മാത്രമായി മാറും എന്നതാണ് അതിനുള്ള തെളിവ്. അപ്പോൾ ഉബൂദിയ്യത്ത് പരിപൂർണമായി അതിൽ യക്ഷിശക്കില്ലാതെ, അതിൽ റിയാ ഇല്ലാതെ, അതിൽ ലോകമാന്യമില്ലാതെ അള്ളാഹ്ക്ക് മാത്രമായി മാറുന്ന സന്ദർഭത്തിൽ അവിടെയാണ് അവന്റെ താഅത്ത് അള്ളാഹുവിന്, അവന്റെ അനുസരണം അള്ളാഹുവിന്, അവൻ ഒഴിവായി നിൽക്കുന്ന അഥവാ അള്ളാഹ് വിരോധിച്ച ഹറാമായ കാര്യങ്ങൾ ഒഴിവായി നിൽക്കുന്നത് അതും അള്ളാഹുവിന് വേണ്ടി ഒഴിവായി നിൽക്കുന്നു. അങ്ങനെയായി മാറുമ്പോഴാണ് അവന്റെ ഹൃദയം, ശൈഖുൽ ഇസ്ലാം പറയുന്നു, അവന്റെ ഹൃദയം യസ്ലുഹു ഖൽബു, അവന്റെ ഹൃദയം നന്നാകുന്നു, വയൻഅം ഖൽബു, അവന്റെ ഹൃദയത്തിൽ ആസ്വാദനം ഉണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു, അച്ചടക്കം പാലിക്കാൻ സാധിക്കുന്നു, ശാന്തിയും സമാധാനവും ഉടലെടുക്കുന്നു. എപ്പോഴാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ളതായ ആ മഹബ്ബത്ത് ചെയ്യേണ്ടതുപോലെയുള്ളതായ മഹബ്ബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഉബൂദിയത്ത് സ്ഥാപിക്കേണ്ടതുപോലെ സ്ഥാപിച്ച ആളായി മാറുക. ആ ഉബൂദിയത്ത് സ്ഥാപിക്കുന്നത് പോലെ സ്ഥാപിക്കാത്തത് കൊണ്ടാണ് ലോകത്തിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന 170%, ഒരു പക്ഷെ അതിൽ കൂടുതൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ജനങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് പകരം അള്ളാഹുവിനെയും ആരാധിക്കും, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനയുടെ ഭാഗത്തെ അവർ നൽകും. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞതുപോലെ അവരെ ഇലാഹാക്കുക എന്നത്. ദേഹേച്ഛ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ അത് ദേഹേച്ഛ ഇലാഹാക്കലായി മാറുമെന്ന് ഖുർആൻ തന്നെ പറയുമ്പോൾ, ഷിട്ടികളെ, അള്ളാഹു ഷിട്ടിച്ച ഷിട്ടികളെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് നേർച്ചയാക്കുമ്പോഴും അവർക്കർക്കുമ്പോഴും അവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോഴുമെല്ലാം അവരെ ഇലാഹാക്കൽ മാറുകയില്ലേ? തീർച്ചയായിട്ടും. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, മുൽത്തറായ അഥവാ അപകടത്തിൽപ്പെട്ട പ്രയാസത്തിൽപ്പെട്ടതായ വിഭാഗം പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ചോദിക്കുന്നതായ വിഭാഗത്തിന് ആരാണ് മറുപടി നൽകുക? ഇലാഹും മഅല്ലാഹ്. അവിടെ ആയത്ത് തന്നെ നമുക്ക് തെളിവാണ്. എന്ത്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം ഷിട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ആ ഷിട്ടികളെ ഇലാഹാക്കി മാറ്റലായി. ഇലാഹാക്കുക എന്നത് അത് തൊള്ള കൊണ്ട് പറയേണ്ട ആവശ്യമില്ല, മറിച്ച് ആ പ്രവർത്തനം കുറിക്കുന്നു. ഇലാഹും അല്ലാഹ്, നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റ് ഇലാഹ് വേറെയുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന, ആ രൂപത്തിൽ അള്ളാഹുവിനെ വില വെക്കാതിരിക്കുന്ന വിഭാഗമൊക്കെ മക്ക ഇമാമിൽ നിന്ന് പറഞ്ഞതായ പരിപൂർണ രൂപത്തിലുള്ളതായ ഉബൂദിയത്ത് സ്ഥാപിക്കാത്ത ജീവിച്ചവരാണ്. അപ്പോൾ പരിപൂർണമായ ഉബൂദിയത്ത് സ്ഥാപിച്ച് ജീവിക്കുന്നവർ അവന്റെ ജീവിതം ആസകലം അള്ളാഹുവിനാക്കി മാറ്റാൻ വേണ്ടി ഒരുങ്ങും. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അറഫയിലുള്ള പ്രസംഗത്തിൽ ഞാൻ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, തയ്യിബത്തൻ ബിഹാ അൻഫുസുക്കും, പ്രീതിയോടുകൂടി സംതൃപ്തിയോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ചെയ്യുന്നതായ സർവ്വ പ്രവർത്തനങ്ങളും
കർമ്മങ്ങളും അത് പ്രീതിയോടുകൂടിയായി മാറുകയും ചെയ്യും. ഇതുപോലെ തന്നെ മദീനയിൽ ഹുദൈഫി ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി പറഞ്ഞതായ ഭാഗവും അത് തന്നെയാണ്. നാം ഇപ്പോൾ ഒരു മൗസിമിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു പുതിയ മൗസിമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേതാണ്? ഹജ്ജിന്റെ മൗസിം. അപ്പോൾ നാം ഒരു സീസണിനോട് വിടവാങ്ങി മറ്റൊരു സീസണിനെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ ഒരു പ്രത്യേകതയാണ് എന്ത്? അടിമകളെ ഏത് സമയത്തും അവരുടെ യജമാനനായ, അവരുടെ ശിട്ടാവായ, അവരുടെ രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അവനെ ആരാധിക്കാനുള്ളതായ ചുറ്റുപാടുകളും സീസണുകളും അവർക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുവാനും, അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും, അവർക്ക് ഉദ്ഹിയ അർക്കുവാനും, അവർക്ക് ധർമ്മങ്ങൾ ചെയ്യുവാനും, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും, അറഫ നോമ്പ്, അതുപോലെ ഹജ്ജിന് വേണ്ടി വരുന്നവരും വരാത്തവരുമെല്ലാം പുതിയ പുതിയ ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹുമായുള്ളതായ ടച്ച് ഉണ്ടാക്കി, ബന്ധമുണ്ടാക്കി ജീവിക്കാനുള്ളതായ ചുറ്റുപാട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്ക് ഉണ്ടാക്കി തരികയാണ് പുതിയ പുതിയ സീസണുകളിലൂടെ. നേരത്തെ ഞാൻ പറഞ്ഞതായ മക്ക ഇമാം പറഞ്ഞതായ ആ രാത്രി അർദ്ധരാത്രിയൊക്കെ റസൂൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയിൽ വജ്ഹത്ത് ഓതാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വജ്ഹത്തിന്റെ പരിപൂർണതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഭാഗമാണ് അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി വഅന അബ്ദുക വലംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖി ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത ലബ്ബൈക വസഅദൈക വൽ ഖൈറു കുല്ലുഹു ബൈന യദൈക വശർറു ലൈസ ഇലൈക എന്നതായ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മദീന ഇമാം പറയും പോലെ അത് മാത്രം നാം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയും കൊണ്ട് അതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാസകലം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിനോട് പൊറുക്കല ചോദിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിനോട് കുറ്റം സമ്മതിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രാർത്ഥനകളുടെ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാള് ദൈനംദിനം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ അവന്റെ പ്രവർത്തനം അത് കുറിക്കുക തന്നെ ചെയ്യും. ആ പ്രവർത്തനം കുറിക്കുന്ന സന്ദർഭത്തിലാണ് മക്ക ഇമാം പറഞ്ഞതായ ഉബൂദിയത്ത് സ്ഥാപിക്കുവാനും മദീന ഇമാം പറഞ്ഞതായ ആ അള്ളാഹുമായുള്ളതായ ബന്ധം പുതിയ പുതിയ സീസണുകളിലൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈമാൻ വളർത്താനും, നമുക്ക് ഈമാന് പുഷ്ടി ഉണ്ടാക്കുവാനും, ആവേശമുണ്ടാക്കുവാനും, നമുക്ക് നമ്മുടെ ഇബാദത്തുകളിൽ നല്ല കൊഴുപ്പുള്ള ഇബാദത്താക്കി മാറ്റുവാനും അത് നമ്മെ സഹായിക്കുന്നതാണ്. ആ പ്രാർത്ഥനയുടെ പരിപൂർണത വശറു ലൈസ ഇലൈക അന ബിക വ ഇലൈക തബാറക്ത വ തആലൈത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്നതാണ് അതിന്റെ പരിപൂർണത. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ളത്. റസൂലാണെങ്കിൽ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖറ എന്ന് അല്ലാഹു പ്രഖ്യാപിച്ച വ്യക്തിത്വമാണ് റസൂല്. കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ വേണ്ടി എന്ന് സന്തോഷവാർത്ത നൽകിയ, പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് സൂചന നൽകിയതായ അങ്ങനെയുള്ള റസൂലുള്ളാഹി ദൈനംദിനം രാത്രിയൊക്കെ ഉണർന്നുകൊണ്ട് അള്ളാഹുവിനോട് ഈ രൂപത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമെങ്കിൽ നാം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന, പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അള്ളാഹുവിൽ നിന്നിട്ട് വളരെ ദൂരപ്പെട്ട് നിൽക്കുന്ന രൂപത്തിലുള്ള തെറ്റുകളൊക്കെ വന്നു പോകുന്ന നമ്മളെപ്പോലത്തവരൊക്കെ എത്ര അള്ളാഹുവിനോട് കേണപേക്ഷിക്കണം, എത്ര അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എത്ര അള്ളാഹുവിന് മുമ്പിൽ വെച്ചിട്ട് കുറ്റം സമ്മതിക്കണം. അപ്പോൾ പരിപൂർണ ഉബൂദിയത്തിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് അള്ളാഹുവിനുള്ളതായ ആരാധനകളിൽ കൊഴുപ്പുള്ളതാക്കി മാറ്റാൻ വേണ്ടി ആവേശത്തോടുകൂടി, ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കണം. അതാണ് മദീന ഇമാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുള്ളതായ ഒരു ഹദീസ് പറയുകയുണ്ടായി. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നവൻ. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ് വ അതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നവൻ, അല്ലാഹുവിനു വേണ്ടി ദേഷ്യപ്പെടുന്നവൻ, അല്ലാഹുവിനു വേണ്ടി കൊടുക്കുന്നവൻ, അല്ലാഹുവിനു വേണ്ടി തടയുന്നവൻ. അല്ലാഹുവിന് തടയാൻ കൊടുക്കാൻ പാടില്ലാത്തത് കൊടുക്കാതിരിക്കുക അല്ലാഹുവിനു വേണ്ടി. അങ്ങനെ അല്ലാഹുവിനു വേണ്ടി എല്ലാം ആകുന്നവൻ അവനാണ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാൻ പരിപൂർണതയിലേക്ക് എത്തിയവൻ അവനാണെന്നാണ്. അപ്പോൾ ഉബൂദിയ്യൽ ഖാലിസ ലില്ലാഹി വഹദ എന്ന് മദീന ഇമാം പറയുകയാണ്. അല്ലാഹുവിന് മാത്രമായിരിക്കുക നമ്മുടെ ഉബൂദിയത്ത്. മക്ക ഇമാം പറഞ്ഞതുപോലെയുള്ളതായ ആ ഉബൂദിയത്ത് ആവേണമെങ്കിൽ, നമ്മുടെ ഈമാൻ പരിപൂർണമാവേണമെങ്കിൽ നാം സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം, നാം ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം, നാം ദേഷ്യപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിലൂടെ ശിർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുവരേക്കും
ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അതും ഇന്ന് മദീന ഇമാം ഓതിയതായിട്ട് നാം കാണുന്നു അവരുടെ ഖുതുബയിൽ. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ എന്ന ആയത്ത്. അതെന്താണ്? ജനങ്ങൾ എന്നിട്ട് ചിലര് അല്ലാഹു അല്ലാത്തവരെ ശിർക്ക് വെക്കുന്നു അല്ലാഹുവിനോട് കൂടി. എന്തിൽ? സ്നേഹത്തിൽ. എന്താണത്? അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ ഷിട്ടികളെ സ്നേഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ വരെ എങ്ങനെയുള്ള റസൂല്, അവരോടുള്ള മഹബത്ത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റസൂലെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിട്ടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അവസാനം എന്റെ നഫ്സിനേക്കാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഉമറെ നിങ്ങൾ എന്നെ സ്നേഹിച്ച ആളായി മാറിയത്. അപ്പോൾ റസൂലുള്ളാഹിയെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കണം, എന്നാലേ നാം പരിപൂർണ സ്നേഹം റസൂലിനോട് സ്ഥാപിച്ച ആളായി മാറുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ കൽപ്പിച്ച ആ റസൂലിനെ സ്നേഹിക്കുന്ന സ്നേഹം അത് ആരാധനയിലേക്ക് എത്താൻ പാടില്ല. അതാണ് അതിനുള്ളതായ മാനദണ്ഡം. ഏത്? ആരാധനയിലേക്ക് ആകുമ്പോഴാണ് അള്ളാഹുവിന് ശിർക്ക് വെച്ച ആളായി മാറുക. എന്തിലൂടെ? മഹബത്തിലൂടെ. അപ്പോൾ മഹബത്തിലൂടെ ശിർക്ക് വെക്കുക എന്നത് നാം മൊയ്തീൻ ശൈഖിനെ സ്നേഹിച്ചു എന്ന് പറയുന്ന വിഭാഗം സ്നേഹിച്ചതിന്റെ പേരിൽ അവരെന്ത് ചെയ്തു? മൊയ്തീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആരായി മാറി? പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ടതായ പ്രാർത്ഥന അത് മൊയ്തീൻ ശൈഖിനാക്കി മാറ്റി, അല്ലെങ്കിൽ വല്ല ഔലിയാക്കന്മാർക്കാക്കി മാറ്റി, അല്ലെങ്കിൽ കബറാളികൾക്കാക്കി മാറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്നേഹത്തിൽ അതിന് വിട്ട് കിടന്ന ആളായി മാറി. അതാണ് അള്ളാഹു പറയുന്നത്, മിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അവര് അള്ളാഹിനെ സ്നേഹിക്കും പോലെ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നു. അങ്ങനെ അത് കാരണത്താൽ അള്ളാഹുവിന്റെ കൂടെ മഹബത്താകുന്ന മഹബത്തിലൂടെ ശിർക്ക് ചെയ്യുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പറയുന്നു, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. യഥാർത്ഥത്തിൽ കടുകട്ടിയുള്ള കെട്ടുറപ്പുള്ള അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഉടമകൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അഥവാ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഇബാദത്ത് അള്ളാഹുവിനെ സമർപ്പിച്ച ആളായി മാറുകയുള്ളൂ. നേരെ മറിച്ച് പകുതി അള്ളാഹുവിനും പകുതി ഷിട്ടികൾക്കും കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ കഠിന ശത്രുക്കളായി മാറുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞതായ മഹബത്തിൽ കൂടി അള്ളാഹിന്റെ കൂടെ ഷിട്ടികളെ ശിർക്ക് വെച്ച ആളായി മാറുന്നതുമാണ്. ആ ഇനത്തിൽ പെടാൻ പാടുള്ളതല്ല എന്നത് വിശദീകരിക്കാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്ന് മദീന ഇമാം ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന റമദാനോട് വിട വാങ്ങിയതിന് ശേഷമുള്ള ഈ പുതിയ സീസൺ, ആ സീസണിൽ വരുമ്പോൾ അള്ളാഹിന്റെ കൽപ്പന നമ്മുടെ മുമ്പിലേക്ക് വരുന്നു, തസവ്വദൂ, നിങ്ങൾ സമ്പാദിക്കുക. അപ്പോൾ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ പുതിയതായ സീസൺ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ആ സമ്പാദിക്കാനുള്ളതായ സമ്പാദ്യം, അതിനുള്ളതായ കളമൊരുക്കൽ അള്ളാഹു കളമൊരുക്കിയും കൊണ്ട് നല്ല ഹറാമായ അഥവാ മുഹ്തറമായ എന്ന അർത്ഥത്തിലേക്ക് മുഹ്തറമായ പവിത്രതയുള്ളതായ മാസങ്ങളെ ഈ ഹജ്ജ് സീസണിന് വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്തു. ലോകത്തിന്റെ നാനാതുറകളിലും ഹജ്ജിന് വരുന്നവരും വരാത്തവരും ഒരു പുതിയ പുതിയ അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹജ്ജിന് വരാത്തവരും ഉദ്ഹിയ അർക്കലിലൂടെ, അതുപോലെ തന്നെ നോമ്പ് അറഫ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലിലൂടെ, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യലിലൂടെ, വലിയ പെരുന്നാൾ കൊണ്ടാടലിലൂടെ, അങ്ങനെ അമലുകൾ ഹജ്ജിന് വേണ്ടി വരാത്തവരും ചെയ്യുന്നു. ഹജ്ജിന് വന്നവർ അവരുടെ ജീവിതത്തിൽ ചെയ്യാത്ത, എല്ലാ ലോകത്തിൽ ആരും എവിടെയും ചെയ്യാത്ത ഒരു സ്പെഷ്യൽ ഇബാദത്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ആ ഇബാദത്ത് ഈ മാസങ്ങളിലൂടെ ചെയ്യുന്നു. ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രതയുള്ളതായ മാസമാക്കി മാറ്റുകയും ചെയ്തു. പവിത്രതയുള്ളതായ മാസമാണ് നമുക്കറിയാവുന്നതുപോലെ ദിൽഖഅദ, ദിൽഹിജ്ജ, മുഹറം. ആ ദിൽഖഅദ, ദിൽഹിജ്ജ എന്ന ഈ രണ്ട് മാസം അത് യഥാർത്ഥത്തിൽ നാം ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കുന്നതായ മാസങ്ങളാണ്. അതുപോലെ തന്നെ മുഹറമും യഥാർത്ഥത്തിൽ അള്ളാഹു പവിത്രത നൽകിയതായ മാസമാണ്. അതുപോലെ തന്നെ കുറെ ദൂരം നിൽക്കുന്ന മറ്റൊരു മാസം റജബാണ്. അപ്പോൾ ഈ 2-3 മാസം, ആ മാസത്തിലൂടെയാണ് ഹജ്ജിന് വേണ്ടി ഹാജിമാര് ദൂരെ നിന്ന് വന്ന് നാട്ടിലേക്ക് മടങ്ങി പോകുന്നത്. ഈ 3 മാസങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ആ മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രതയുള്ള മാസങ്ങളാക്കി മാറ്റി. എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പാദിക്കാനുള്ള ചാൻസ് നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി. തഖ്വയാകുന്ന സമ്പാദ്യം മദീന ഇമാം പറയും പോലെ റമദാനിൽ അല്ലാഹു പറഞ്ഞതായ ആ ലക്ഷ്യമാകുന്ന തഖ്വ അത് തന്നെയാണ് ഇവിടെ ഹജ്ജിന്റെ ആയത്തിലും അല്ലാഹു പറയുന്നതായ തഖ്വ. നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി അല്ലാഹുവിൽ നിന്നിട്ട്, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അല്ലാഹു കൊപ്പിച്ച, അല്ലാഹു ശപിച്ച, അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹുവിന് പരിപൂർണമായി ഉബൂദിയത്ത് സ്ഥാപിക്കാത്ത ഷിട്ടികൾക്ക് തയ്യാറ് ചെയ്തു വെച്ചതായ ആ നരക
നരക അഗ്നിയിലേക്ക് എത്തുന്നതിൽ നിന്നിട്ട് രക്ഷപ്പെടലാണ് തഖ്വ. ആ രക്ഷപ്പെടാനുള്ള മാധ്യമം കൈകൊള്ളലാണ് തഖ്വ. അങ്ങനെയുള്ള മാധ്യമം കൈകൊള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് സീസണിൽ ഇതാ പുതിയ അമലുകൾ നമുക്ക് കവാടങ്ങൾ കളമൊരുക്കി തന്നിരിക്കുകയാണ്, കവാടം തുറന്നു തന്നിരിക്കുകയാണ് എന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. നീണ്ട പ്രസംഗമാണ് അദ്ദേഹത്തിനതും, അതുപോലെ മക്ക ഇമാമിന്റെയും നീണ്ട പ്രസംഗമാണ്. അതിന്റെ ഷോർട്ടായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് സൽക്രമമായി സ്വീകരിക്കട്ടെ. ഈ നല്ല നല്ല പുണ്യ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ സൽക്രമങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് വരാൻ വേണ്ടി വരുന്നവർക്ക് അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്ത് ഇവിടുന്ന് ഈ വിശുദ്ധ ഭൂമിയിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ അള്ളാഹു അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.